ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു മെത്തേഡിലാണ് നമ്മൾ വുഡ് കൊണ്ടുള്ള റെസിൻ ആർട്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഒന്നും സമയമില്ല. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ താങ്കളുടെ ഓരോരുത്തരുടെ കാണുന്നവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുക. എന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഈ തടി എടുത്തിട്ട് വയ്ക്കുന്നത് ഒരു ഹാങ്കർ നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ടി കീ ചെയിനും മറ്റുള്ളതൊക്കെ ഒന്ന് ഒരു ഹാങ്കറിൽ കോർത്തിടാനുള്ള ടൈപ്പിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ വുഡ് എല്ലാവരും പോളിഷിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നതിന് റെസിൻ കൊണ്ടാണ് ഈ ഹാങ്കർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ 3:1 ആണ് റെസിൻ എടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, നേച്ചുറലായിട്ടുള്ളതാണ്. അപ്പം ഇടയ്ക്ക് ഇച്ചിരി ഗോൾഡൻ പൗഡർ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ട് ചെയ്യാം എന്നൊരു താല്പര്യത്തിൽ ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു ലുക്കിംഗ്, ലൈറ്റ് ഇടുമ്പോൾ അതിനൊരു തിളക്കത്തിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം നാച്ചുറലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് നമ്മൾ കൊടുക്കുക. എന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് വുഡ് കൊണ്ട് ചെയ്യുമ്പോൾ ഒരു ലാഭം എന്താണെന്ന് വെച്ചാൽ ആ വുഡ് ലൈഫ് ലോങ് ആയിട്ട് ഇരിക്കുന്നത്. മാക്സിമം നമ്മൾ ടേബിൾ ടോപ്പൊക്കെ വുഡ് കൊണ്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇടക്കാലങ്ങൾ ചെയ്യുന്നില്ല. നമ്മുടെ വീഡിയോസ് റീച്ച് ആയില്ലെങ്കിലും നമ്മൾ ഒരുപാട് വർക്കിൻ്റെ തിരക്ക് കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. എന്നാലും ആവശ്യമുള്ളപ്പം നമുക്ക് വീഡിയോസ് എല്ലാം സമയം കിട്ടുമ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഒരു മാസത്തിൽ 1 or 2 അല്ല 2 മാസം കൂടുമ്പോഴൊക്കെയാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നതിന് പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് വീഡിയോസിൽ പറഞ്ഞുണ്ട്. അപ്പം എത്തിപ്പെടാതെ ഒരു ചാനൽ നമുക്ക് എന്തിനാ പറയുന്നത്? ആവശ്യമുള്ളവർ, പഠിക്കാനുള്ള താല്പര്യപ്പെടുന്നവർ കണ്ടു പഠിക്കും, അവർ വിളിച്ച് ചോദിക്കും. അപ്പോൾ 3D ഫ്ലോറിങ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് വർക്കുകൾ നമ്മൾ എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം 10-30 കൊല്ലമായിട്ട് കഷ്ടപ്പെട്ടാണ് ഈ വർക്ക്. ഇന്ന് കേരളത്തിൽ പലരും ഇന്ത്യയിൽ മറ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോർട്ടായിട്ട് ചോദിക്കുകയും വേറെ ഒരു രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കുക, അത് വീഡിയോ കണ്ട് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്ത് നമുക്കൊന്നും വരുമാനം നേടിയെടുക്കാനില്ല. നമ്മുടെ ജോലി ചെയ്യുന്ന കൂലി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള പഠിക്കാനുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ കയറി പഠിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. താല്പര്യത്തോട് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. ചിലവർ കളിയാക്കുന്നവരുണ്ട്. ലോകമല്ലേ, പലരും പല രീതിയിൽ കളിയാക്കാൻ നമുക്ക് വിഷയമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി നല്ലപോലെ ചെയ്യുക. ഏത് ജോലി ആരായാലും ചെയ്താൽ നല്ല ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ഗോൾഡൻ ക്ലിറ്റ് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈവനിങ് ഒക്കെ ലൈറ്റ് ഇടുമ്പം അത് നല്ലൊരു തിളക്കം ഒരു കാണാനായിട്ടാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഗോൾഡൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നൈസായിട്ടാണ് ചെയ്യുന്നത്. കാണാൻ പറ്റാതിരിക്കും. അപ്പോൾ നമുക്കത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് മിന്നുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ആൻഡ് പവറിലാണ് അത് തിളക്കം കാണും. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഹാങ്കറിൻ്റെ കാര്യങ്ങൾ പിടിക്കാനായിട്ട് ഇരിക്കുന്നത്. എപ്പോക്സിയോട് കൂടി ചെയ്താൽ നമ്മൾ സ്ക്രൂ അടിക്കേണ്ട കാര്യമില്ല, ലോങ് ആയിട്ട് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ലൈഫായിട്ടും കൂടെ ഇരിക്കും. നമുക്ക് എപ്പോക്സി ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾ മെയിൻ ഡോർ ആയിക്കോട്ടെ. എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരുപാട് വീഡിയോസ് ഫോട്ടോസ് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. പഠിക്കാൻ താല്പര്യമുള്ളവർ അതിനകത്ത് വീഡിയോസ് ചാനലെടുത്ത് കണ്ട് പഠിക്കുക. അപ്പോൾ ഒത്തിരി വീഡിയോസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലോട്ട് ആർച്ച് അടിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ബബിൾസ് നമ്മൾ റിമൂവ് ചെയ്യാനാണ് ഫ്ലോട്ട് ആർച്ച് അടിക്കുന്നത്. തടിയിൽ ആഡ് ചെയ്ത കാരണം കൊണ്ട് തടി അതിൻ്റെ അകത്ത് ഇത് ഇറങ്ങിപ്പോകുമ്പോൾ അതിനകത്ത് കയറി ഒരുപാട് എയർ ബബിൾസ് നമുക്ക് വരും. സാധാരണ നമ്മൾ മോൾഡിൽ ചെയ്യുന്ന പോലെയല്ല, ഇതിനകത്ത് ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കും ഇത് ക്ലിയറൻസാണ് സംഭവം. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്തു. ഹാങ്കറിൻ്റെ ഹാങ്കർ പിടിപ്പിക്കാം. നമുക്ക് എന്ത് അളവ് വേണോ അതിനനുസരിച്ചുള്ള അളവിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ അത് ഡ്രൈ ആകുമ്പോൾ അത് ഹാർഡായിട്ട് പിടിച്ചോളും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് നമ്മൾ ഇതിനെക്കാട്ടിലും വലിയ വർക്കൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതിനടുത്തടുത്ത് ചില വർക്കുകളൊക്കെ നമ്മൾ
വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ തന്നെ വീഡിയോസ് എടുക്കുകയും നമ്മൾ തന്നെ അത് എഡിറ്റ് ചെയ്യുകയൊക്കെ വളരെ ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. നമുക്ക് എപ്പോഴും എന്നും അപ്ലോഡ് ചെയ്യാനുള്ള സമയം കാണത്തില്ല. നമ്മുടെ ജോലി പോയി വന്ന് പാർട്ട് ടൈം വർക്കാണ് നമ്മൾ ഈ റഷ്യനാറ്റ് വർക്ക്. അന്നും എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തെഡി ഫ്ലോറിങ്ങും കാര്യങ്ങളും വരുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്തായെങ്കിലും അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ സമയം കിട്ടാത്ത കാരണമുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒന്നേന് ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ കൂടുതൽ യൂട്യൂബിലോട്ട് വീഡിയോസ് റീച്ചാകാത്ത കാരണം കൊണ്ടും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നില്ല. കൂടുതൽ ഫേസ്ബുക്ക് വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം കാണാത്ത വീഡിയോസ് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ റീച്ചാകാത്ത വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ഇട്ടിട്ട് ഒരു കാര്യമില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ഇടുമ്പം റീച്ചായില്ലെങ്കിലും കാണുന്നവർ നമുക്ക് ജീവിക്കാനുള്ള വർക്ക് തരുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഫേസ്ബുക്കിലോട്ടും ഇൻസ്റ്റാഗ്രാമിലോട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ അതാകുമ്പം പെട്ടെന്ന് കാണുന്നവർ വർക്ക് നമുക്ക് കിട്ടും. ഇപ്പോൾ യൂട്യൂബിൽ എന്ന് പറയുമ്പം നമുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ മാക്സിമം ഇത് പഠിക്കാൻ ആരെങ്കിലും തപ്പിയാലേ കിട്ടത്തുള്ളൂ. മറ്റുള്ള വീഡിയോ പോലെയല്ല, നമ്മൾ ടെക്നിക്ക് പരമായ പോലെ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ ചെയ്യാൻ പോകാത്തതും. ഇതിൽ ഒരുപാട് തമ്പിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതൊക്കെ ആൾക്കാരെ സ്വാതന്ത്ര്യമായിട്ട് ഇങ്ങനെ അതുപോലെയൊക്കെ ഇത് പറ്റത്തില്ല. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു. ഇതേ നമ്മുടെ കീച്ചൈന് തൂക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് കണ്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ ഇത് നമ്മളെല്ലാം എപ്പോക്സിയിലുള്ള കീച്ചൈനാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഒരുപാട് വർക്കുകൾ കണ്ടോ, നമ്മുടെ തിളക്കം ബ്ലൂവും ഗോൾഡൻ, അതിന് വേണ്ടിയാണ് നമ്മൾ ക്ലിറ്റ് ചേർത്തത്, ഗോൾഡൻ ക്ലിറ്റ്. അത് ലൈറ്റൊക്കെ ഓഫായിട്ട് നല്ലപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ രാത്രിയിൽ നല്ലതായിരിക്കും.